ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, മറ്റൊരു ഓൺലൈൻ എക്സാമിന്റെ സോൾവ്ഡ് പേപ്പറാണ്. സോ ഇത് സീനിയർ ലെക്ചറർ ഇൻ റേഡിയോ തെറാപ്പി NCA നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഇത് 2018 ജനുവരി 9 നടന്ന എക്സാം ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ എക്സാം നടന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 20 ചോദ്യങ്ങൾ GK, റിനേസൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. The most important soil found in the Chittoor Taluk of Palakkad district. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോയിൽ ഫൗണ്ട് ഇൻ ദ ചിറ്റൂർ താലൂക്ക് ഓഫ് പാലക്കാട് ഡിസ്ട്രിക്റ്റ്. അത് ഏതാണ്? ബ്ലാക്ക് സോയിലാണ് കേട്ടോ. ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കരിമണ്ണ്, കരിമണ്ണിലെ കറുത്ത മണ്ണ്, അതാണ് ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ ഫാദർ ഓഫ് മോഡേൺ കേരള റിനേസൻസ്. ഫാദർ ഓഫ് മോഡേൺ കേരള റിനേസൻസ് ആരാണ്? ദ ഫാദർ ഓഫ് മോഡേൺ കേരള റിനേസൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ, ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The Indian metropolitan city that locate nearest to equator. Indian metropolitan city that locate nearest to equator. ഇക്വേറ്ററിനോട് അടുത്ത് നിൽക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? ഇക്വേറ്ററിനോട്, ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ചെന്നൈ ആണ്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? ചെന്നൈ ആണ്. അടുത്ത ചോദ്യം, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഒബ്സർവ് രാഷ്ട്രീയ ഏകതാ ദിവസ് ഓൺ. രാഷ്ട്രീയ ഏകതാ ദിവസ്, രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? ഒക്ടോബർ 31 ആണ്. ഒക്ടോബർ 31 ആണത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥമാണ് അത് രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കുന്നത്. അടുത്തത്, ദ ലാർജസ്റ്റ് റിസർവോയർ ഇൻ കേരള. കേരളത്തിലെ ലാർജസ്റ്റ് റിസർവോയർ ഏതാണ്? ലാർജസ്റ്റ് റിസർവോയർ ഇൻ കേരള, അത് മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാമാണ് ലാർജസ്റ്റ് റിസർവോയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഫേമസ് കല്ലുമാല സമരം. കല്ലുമാല സമരം എന്നാണത്. സമരം വാസ് നോൺ ആസ്. കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? കല്ലുമാല സമരം എന്ന് പറയുന്നത് പെരിനാട്ട് ലഹള. പെരിനാട്ട് ലഹളയായിരുന്നു കേട്ടോ. അപ്പോൾ കല്ലുമാല സമരം, ഇതിൽ മറ്റു ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വാവൂട്ട് യോഗം അല്ലെങ്കിൽ അയ്യാവഴി, നിഴൽ തങ്ങൾ, അതൊന്നും സമരങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഏതായിരുന്നു? പെരിനാട്ട് ലഹളയാണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. ഒരു ഹൈക്കോർട്ടിൻ്റെ ആദ്യത്തെ വിമൻ ചീഫ് ജസ്റ്റിസ് ആയത് ആരാണ്? ഒരു ഹൈക്കോർട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൂ, കേരള ഹൈക്കോർട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല. ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട് ആരാണത്? ലീല സെയ്ത്ത്. ലീല സെയ്ത്ത് ആണ്. ലീല സെയ്ത്ത് ഏത് ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അങ്ങനെ സ്ഥാനാരോഹണം ചെയ്തത്? അത് കമൻറ്റ് ചെയ്യുക. ആൻസർ കമൻറ്റ് ചെയ്യുക പ്ലീസ്. അടുത്തത്, the northern part of the west coastal plain. Northern part of the west coastal plain is known as. ഏതാണ് നോർത്തേൺ പാർട്ട് അറിയപ്പെടുന്നത്? കൊങ്കൺ കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, പടിഞ്ഞാറേ തീരമുണ്ട്, അതുപോലെ പൂർവ്വ തീരം അല്ലെങ്കിൽ കിഴക്കേ തീരമുണ്ട്. ഈ കിഴക്കേ തീരത്തിന് മൊത്തമായിട്ട് നമുക്ക് കോറമാണ്ടൽ തീരം എന്നാണ് പറയുന്നത്. ആൻഡ് ഈ പടിഞ്ഞാറേ തീരത്തിന്, അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പടിഞ്ഞാറേ തീരത്തിന്, അതിൻ്റെ വടക്കു ഭാഗത്തിന് കൊങ്കൺ തീരമെന്നും അതിൻ്റെ തെക്കു ഭാഗത്തിന്, താഴെയുള്ള ഭാഗത്തിന് എന്തെന്ന് പറയും? മലബാർ തീരം എന്നുമാണ് പേര്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിനിലെ നോർത്തേൺ പാർട്ട്, വടക്കു ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് വരുന്നത്? കൊങ്കൺ കോസ്റ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ബേസിൻ ഏതാണ്? ലാർജസ്റ്റ് റിവർ ബേസിൻ എന്ന് പറയുന്നത് ഗംഗാ നദിയാണ്. ഗംഗാ നദിയുടെ തടമാണ്. ഗംഗാ നദീതടമാണ് ഏറ്റവും വലുത്. ഓക്കെ. ദ സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ. ദ സ്പൈസ് ഗാർഡൻ ഓഫ് കേരള.
കേരളത്തിൻ്റെ സ്പൈസ് ഗാർഡൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൻ്റെ സ്പൈസ് ഗാർഡൻ എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ് സ്പൈസ് ഗാർഡൻ ഓഫ് കേരള. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പോർട്ട് ഏതാണ്? ഇലക്ട്രോണിക് പോർട്ട് ഏതാണ്? ചെന്നൈ, ടൂട്ടിക്കോറിൻ, കൽക്കട്ട, കൊച്ചി, ഇതിൽ ഏതാണ് വരുന്നത്? കൊച്ചിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് പോർട്ട് അല്ലെങ്കിൽ ഇ പോർട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ആനന്ദ മഹാസഭ വാസ് ഫൗണ്ടഡ് ബൈ. ആരാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്? ആനന്ദ മഹാസഭ. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, ആനന്ദ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും ആരാണ്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് KPCC ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് KPCCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? KPCCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു KPCCയുടെ പ്രസിഡന്റ്. ഓക്കെ, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് KPCC ഡ്യൂറിംഗ് ദ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ആരായിരുന്നു KPCCയുടെ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ഓക്കെ, KPCC എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് കേട്ടോ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഇനി ദ നീതി ആയോഗ് കെയിം ഇൻ ടു ഫോഴ്സ്. ദ നീതി ആയോഗ് കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയിട്ട് നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1 നിലവിൽ വന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്തത്, ദ ഏജൻസി ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം അത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഓക്കെ, നാഷണൽ ഇൻകം എന്നായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കാം. ഓക്കെ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നാണ്. അപ്പോൾ അവിടെയാണ് ഇത്, അതായത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണ് കേട്ടോ. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ പേട്രിയോട്ടിക് സെയിൻറ്റ് ഓഫ് ഇന്ത്യ. ആരാണ് പേട്രിയോട്ടിക് സെയിൻറ്റ് എന്നറിയപ്പെടുന്നത്? പേട്രിയോട്ടിക് സെയിൻറ്റ്, ദേശസ്നേഹിയായ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് പേട്രിയോട്ടിക് സെയിൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദ സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര. ആരാണ് സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത്? സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ദ മെയിൻ ഡിസിപ്പിൾ ഓഫ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ആരായിരുന്നു? തൈക്കോട് അയ്യ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തൈക്കോട് അയ്യ. അടുത്ത ചോദ്യം, ദ ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് കേരള. കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ലോങ്സ്റ്റ് ഏതാണ്? ദ ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് കേരള. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും നീളം കൂടിയ നദി അത് കബനിയാണ്. കബനി.
അടുത്ത ചോദ്യം ദ ലാസ്റ്റ് ചോദ്യമാണ്. ദ വിന്നർ ഓഫ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് 2016, 2016 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വിജയി ആരായിരുന്നു? അപ്പോൾ ഈ 2016 ചോദിച്ചിരിക്കുന്നത് 2018 നടന്ന എക്സാമിനാണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് നോക്കി വെക്കണം. അതുകൂടാതെ ഈ തൊട്ട് മുമ്പുള്ളതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് 2016 ലഭിച്ചത് റോജർ ഫെഡററിനായിരുന്നു. റോജർ ഫെഡറർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് GK, റിനേസൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്, കൃത്യമായി നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ. കൂടാതെ www.bibimohanan.com എന്ന ബ്ലോഗ് സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.